എനിക്കങ്ങ് വേണ്ട പുട്ട്. ഇതപ്പോ കുറച്ച് പൊടിയെടുത്ത് കുത്തിയിലോട്ട് ഇട്ടാൽ മതിയല്ല. അച്ഛനെന്താ എവിടെ നിന്ന് കിട്ടിയത്? അച്ഛനെ പ്രേമിച്ച സമയത്ത് വേറെ ആരെയും പ്രേമിച്ചാൽ മതിയായിരുന്നില്ലേ? അമ്മ അതെടുത്ത് അപ്പുറത്തെ പിള്ളേർക്ക് എടുത്ത് കൊടുത്തു. ഇതെന്ത് കഷ്ടമാണ്. ഇങ്ങോട്ട് വന്നേ. അമ്മക്ക് എന്താണ് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിനിപ്പോ എന്താണ്? അച്ഛനല്ലേ കറണ്ട് ബില്ല് അടയ്ക്കണം, അമ്മയൊന്നും അല്ലല്ലോ. അച്ഛൻ കൊടുക്കാണ്ടെന്നല്ലേ എന്റെ പുറത്തോട്ടാ കയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛന്റെ കാര്യം എനിക്കല്ലേ അറിയുള്ളൂ. നീ എന്താണ് ചെയ്യണത്? ടി വി കാണണം, മൊബൈൽ നോക്കണം. അമ്മയ്ക്ക് എന്താ? ഞാൻ എന്റെ ഫോണിലല്ലേ. നിന്റെ ഫോൺ എടി ഒന്നൊക്കെ ടി വി കാണാനും മൊബൈൽ നോക്കാം. എപ്പ നോക്കിയാലോ മൊബൈൽ കുറിച്ചോണ്ടിരുന്നല്ലോട് കൊന്താളോട്. അമ്മ എന്തിനാ അവളുടെ വെക്കിട്ട് പറഞ്ഞേ? നീ മിണ്ടാട്ടത്തോട്ടോ വായ അടച്ചോട്ടോ. അച്ഛനോട് വെച്ചിട്ട് രണ്ട് കാണിച്ചു തരാം അഹങ്കാരിയോട്. ഞാൻ അവിടെ ഇരിക്കടി. കള്ളക്കും ആ തേങ്ങ അരച്ചിട്ടുണ്ട്. എന്താ നോക്കിയിരിക്കണ? കൈകടി കണ്ടു. എനിക്കങ്ങ് വേണ്ട പുട്ട്. കഴിക്കാൻ ഇതപ്പോ കുറച്ച് പൊടിയെടുത്ത് കുത്തിയിലോട്ട് ഇട്ടാൽ മതിയല്ല. പിന്നെ എങ്ങനെ പുട്ടുണ്ടാക്കണേ? പിന്നെ പൊടിയെടുത്ത് കുത്തിയിലിട്ടല്ലേ പുട്ടുണ്ടാക്കണോ? തങ്ങുവച്ചല്ലേ കൈകടി. നമുക്ക് എപ്പോ നോക്കിയാലും പുട്ടുണ്ടാക്കാനേ നേരമുള്ളൂ. കൈകടി അച്ഛൻ ഞാൻ ഓർഡർ ചെയ്തോട്ടെ. ഓർഡർ ചെയ്തോ? എടി നമുക്ക് വൃന്ദാവനിന്ന് മസാല ദോശ ഓർഡർ ചെയ്യാം. ഇഡലി മതി നോക്ക്. നിങ്ങളെ പറഞ്ഞാൽ മതിയല്ല ഒരു ദോശ ഇഡലി 100 രൂപയുടെ സാധനം ഇവിടെ ഒരു 300 രൂപ. ഇഡലി കൂടി പറയുമ്പോ എത്ര രൂപ? 100 രൂപയാ. ഇതിന് വെറുതെ കിട്ടുന്ന കാശാണോ നിങ്ങക്ക്? അങ്ങനെ എന്തെങ്കിലും മേടിച്ച് കഴിക്കണ്ട. മര്യാദക്ക് കഴിച്ചോ. ഇഡലി എങ്ങനെ ഇവിടെ ഒന്ന് തലവഴി ഞാൻ കവത്തിട്ടുണ്ട്. കൈകടി ഇല്ലായ്മ അല്ലായ്മ അറിയാണ്ട് വളർത്തി വെച്ചേക്കണോ അഹങ്കാരികള്. ഇപ്പൊ ഇറങ്ങാണ്ടല്ല ഇത്രയുള്ള കാര്യം മേടിച്ചു കൊടുത്ത് വഷളാക്കി വെച്ചേക്കണ. എടി ഞാനങ്ങ് വന്നു കഴിഞ്ഞ് തലവടിച്ച് പൊട്ടിക്കൂട്ടാ. ഓടെ കുറച്ചങ്ങടി അവരെ പാട്ടൊന്ന് കേട്ടോട്ടെ. അതിനെന്നാ ഈ അമ്മയാണ് ഈ കൊച്ചിനെ മൊത്തം വഷളാക്കണത്. ആ സ്പീക്കർ നിങ്ങൾ മേടിച്ചു കൊടുത്തപ്പോ ഞാൻ ഓർത്ത കറസൂര് ഉണ്ടാവുന്നു. മണി 12 അപ്പുറത്തെ ആൾക്കാർക്ക് കിടന്ന് ഉറങ്ങണ്ടേ? ഒച്ചപ്പാടും ബഹളം. നീ അവരുടെ ഡ്രസ് എടുത്ത് പിള്ളേർക്ക് കൊടുത്ത് രാധര കൊച്ചിന് കൊടുത്താ. ഇവിടെ വെറുതെ കൂട്ടിയിട്ടേക്കണ ടെറസിന്റെ മുകളിലെ ഡ്രസ്സ് ഞാനതെടുത്ത് അലക്കി തേച്ച് ആ പിള്ളേർക്ക് കൊടുത്ത്. ആ രാധയുടെ ഇളയ കൊച്ചിന് സന്തോഷമൊന്ന് കാണണം. ഞാൻ കൊടുത്തപ്പോ തന്നെ ഓടി എന്നെ ഇട്ടുണ്ടോന്ന് കാണിച്ചെന്നേ. എന്ത് രസാന്നറിയാ കൊച്ചിട്ടുണ്ട്. അത് ഇട്ടുണ്ട് കടന്നോട്ടെ. നമ്മുടെ മക്കൾക്ക് എന്തോരം ഉണ്ട്. ഉടുപ്പ് ചെറുതായി പോയിട്ട് ഇവിടെ വെച്ചിട്ട് കാര്യമുണ്ടാ? അവരോട് ചോദിക്കണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ട് കൊടുക്കാനാ? അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണേ അവരോട് ചോദിക്കണ. വേണ്ടെന്ന് പറഞ്ഞ് ചുരുട്ടിക്കൊട്ടിട്ട് ഡ്രസ്സാണത്. ആരെങ്കിലും ഇട്ടോട്ടെ. അവർ നമ്മുടെ മക്കളാണ്. ഉടുപ്പ് ചെറുതായി പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കാം. കൈ കണ്ടു കൊടുക്കണ ശീലം പിള്ളേർക്ക് തൊട്ട് വേണ്ടിയിട്ടില്ല. ഒരു മനുഷ്യന് നല്ലതൊന്നും ഇല്ലത് നമ്മുടെ മക്കളുടെ കയ്യില്. അഹങ്കാരം നിറയെ കയറിയണേണ്. കുറച്ചാളെ നിങ്ങൾ പഠിക്കും. നിങ്ങൾ വഷളാക്കി വെച്ചോ. നിങ്ങൾ തന്നെ അനുഭവിക്കാൻ പോണു. ഇതെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാക്കിന് ഒടുക്കത്തെ നീളം 2 എനിക്ക് പിന്നെ ഒന്നും പറയാനോ പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഒരു മക്കളും കൂടി കൊഞ്ചിച്ച്. അച്ഛാ നാളെ കഴിഞ്ഞ അമ്മയുടെ വീട്ടിൽ പോണാ? പിന്നെ പോണ്ടേ? മാമനെ കൂടെ നോക്കിയിരിക്കൂലേ? അമ്മ കഴിഞ്ഞ ദിവസമല്ല അമ്മൂമ്മനെ പോയി കണ്ടത്. അമ്മമ്മ നിങ്ങളെ കാണാൻ വേണ്ടിയാ കാത്തിരിക്കണേ, അമ്മനെ കാണാൻ വേണ്ടിയല്ല. അമ്മൂമ്മയുടെ ഒരു കാര്യം. അച്ഛാ അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ശോകമായിരിക്കുന്നേ. നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മേനെ അവിടെ കൊണ്ടാക്കിട്ടെ നമുക്ക് ഒന്നൂടെ ഫോട്ടോ വെച്ച് പിച്ചി പോയല്ല. അത് വേണം നോക്കാം. ആരോടെ പോകാൻ പോണൊന്നുമില്ല. ശരിയാക്കും. മര്യാദക്ക് വീട്ടിൽ വന്നോ. ആറന്മാരെ കാണാൻ പോകുമ്പോഴാ ഫോട്ടോ വെച്ച്. ഓ തള്ള കേട്ട്. ഇവിടെ നിക്കണ്ടായിരുന്ന എടി ഇവിടെ ഒന്ന് തുടക്കൻ്റെ പോ. അമ്മ ചേച്ചിമ്മയുടെ അടുത്ത് പറ. നമുക്ക് മന്തി കഴിച്ചാലോ? അതൊക്കെ ഇപ്പൊ വല്ലവന്റെ വൈലെത്തിയിട്ടുണ്ടോ? അമ്മ അതെടുത്ത് അപ്പുറത്തെ പിള്ളേർക്ക് എടുത്ത് കൊടുത്തു. ഇതെന്ത് കഷ്ടമാണ്. ഇങ്ങോട്ട് വന്നേ. അച്ഛാ അവിടെ കഴിക്കാൻ വെച്ചിരുന്ന മന്തി എടുത്ത മാർക്ക് കൊടുത്ത്. ആർക്ക് കൊടുത്തു? എനിക്കറിയില്ല. എനിക്ക് വിശക്കുന്നു. എന്താണ് ചേട്ടാ എനിക്ക് മഞ്ഞോണ്ട് കിടക്കുവാണ്. പുറത്ത് കിടത്തൂല അപ്പനും മക്കളും കൂടി. അച്ഛ കഴിഞ്ഞ ദിവസം ആ പിള്ളേർക്ക് വേണ്ടിട്ടാണ് അമ്മ എന്നെ പിടിച്ചടിച്ചത്. പിള്ളേർ കഴിക്കാൻ പറ്റുന്ന മന്തി നീ ആൾക്കാർ കൊടുത്തേ. ഓ ഇപ്പൊ അതാണ് പ്രശ്നം. അത് ഞാൻ മറ്റേ പിള്ളേർക്ക് എടുത്തു കൊടുത്തു. ഇവിടെ വരാറില്ല കുഞ്ഞുങ്ങൾ. അതിന് എടുത്ത് കൊടുത്തെന്ന്. അവർക്ക് കൊടുത്തേ? 2-3 ദിവസം മുമ്പ് ഓർഡർ ചെയ്ത സാധനമാണ്. ഇന്നാണ് കഴിക്കണത്. ഇന്നാണ് അത് ചോദിക്കണത്. അന്ന് കഴിക്കാൻ പറഞ്ഞ പിള്ളേർക്ക് പറ്റൂലായിരുന്നില്ല. ഞാൻ എന്തിനാ വേസ്റ്റ് ആക്കണേന്ന് പറഞ്ഞാൽ അന്ന് തന്നെ പിള്ളേർക്ക് എടുത്ത് കൊടുത്തു. ഇപ്പൊ വേസ്റ്റ് ആയാലെന്താ? അമ്മക്ക് എടുത്ത് കളഞ്ഞാ പോരെ? എന്റെ അച്ഛൻ പണിയെടുത്തുണ്ടാക്കിയ കാശല്ലേ? അമ്മയോട് വെറുതെ കുത്തിരിക്കുമല്ലേ? എന്ത് സിമ്പിൾ ആയിട്ട് പറയണ നോക്കിയേ. എടുത്ത് കളഞ്ഞാ പോരെന്ന്. ഒരു ലോഡ് കഴിഞ്ഞ ദിവസം ബിരിയാണി മേടിച്ചിട്ട് വന്നിട്ട് ആരെങ്കിലും കഴിച്ചാ അതെടുത്ത് കളഞ്ഞി. ഇത് ഭക്ഷണമല്ലേ ചേട്ടായി. എങ്ങനെ കളയണേ? ആരെങ്കിലും കഴിക്കണേ കഴിക്കട്ടെ. അച്ഛനെന്താ എവിടെ നിന്ന് കിട്ടിയത്? അച്ഛനെ പ്രേമിച്ച സമയത്ത് വേറെ ആരെയും പ്രേമിച്ചാൽ മതിയായിരുന്നില്ലേ? പറ്റിപ്പോയില്ലേ? നീ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറ്റിപ്പോയില്ലേന്നാ? ഭക്ഷണം എടുത്ത് കളഞ്ഞാണ് ഇപ്പൊ പറ്റിപ്പോയില്ലേന്ന് ചോദിക്കാനായിട്ട്. എന്ത് സിമ്പിളായിട്ട് അവള് പറഞ്ഞത്. നിന്റെ അപ്പനെ അമ്പാനിയൊന്നുമല്ല. തോന്നുമ്പോ അവള് ഫുഡ് അങ്ങ് ഓർഡർ ചെയ്യും. അച്ഛനമ്മേനെ പ്രേമിച്ചത് വലിയ കുഴപ്പമായിരിക്കുമല്ലോ അല്ലേ? മറക്കരുതട്ടോ രണ്ടുപേരും കൂടി.
തുടങ്ങിയത്. ചിരട്ടയും നാഴിയും പോലത്തെ 2 പിള്ളേരെ കൊണ്ട് ഒരുപാട് ഓടിയിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. ഇതൊന്നും അല്ല പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ അമ്മയില്ലെങ്കിൽ അച്ഛനില്ലെങ്കിൽ അമ്മ ഉണ്ടാകാത്തൊരു കാലം ഉണ്ടായിരുന്നു ഞങ്ങക്ക്. നീ പറഞ്ഞ ശരിയാ, ഞാൻ ജോലിക്കാരിയാണ് ഈ വീട്ടില്. ഞാൻ ഈ ജോലിക്കാരി ആയോണ്ടാ ഇനി കുടുംബം ഇങ്ങനെ പോണത്. ഞാൻ ഇത്തിരി പിശുക്കി തന്നെയാണ് മക്കളെ. നിന്റെ അച്ഛൻ തന്നെ പറഞ്ഞത്. കണ്ട് ഒറ്റമുറി താമസിച്ചൊരു ജീവിതം ഉണ്ടായി ഞങ്ങൾക്ക് 2 പേർക്കും. അന്ന് നിങ്ങൾ പറയുമായിരുന്നല്ല, ഞാൻ ഓട്ടക്കൈയാടി, എന്റെ ഓട്ടക്കൈ കാരണം നീ എല്ലാം കൂടി പിടിച്ചോളണോന്ന്. അന്ന് പറഞ്ഞ തമാശക്കാണോന്ന് അറിയില്ല. അന്ന് തൊട്ട് എച്ചിയായി തുടങ്ങിയതാ. ഇല്ലായ്മയെന്ന് വല്ലായ്മയെന്ന് വരുമ്പോ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ചില്ലറയൊന്നും അല്ല അഹങ്കാരം മക്കൾക്ക്. ഇവക്കളെ അടിച്ചതല്ലേ നിങ്ങളുടെ പ്രശ്നം. എന്തുകൊണ്ടാണ് അടിച്ചതെന്നറിയ ഇവളെ? ആ രാധയുടെ പിള്ളേർക്ക് ആ ഡ്രസ്സ് കൊടുത്ത് ഇവള് കഴിച്ച ദിവസം ട്യൂഷൻ പോയപ്പോ ആ കൊച്ചിനോട് ചോദിച്ചു, ഇത് എന്റെ തുണിയല്ലേ, എന്റെ അമ്മ വന്നിട്ട് നീ ഇട്ടല്ലേന്ന്. അവ അങ്ങനെ ചോദിക്കാമോ? ചോദിച്ച ശരിയാണ്. അപ്പൊ അത് ആ കൊച്ച് കുഞ്ഞൊച്ചല്ലേ, അത്രയും വലിയ ആൾക്കാർ വെച്ച അമ്മയില്ലേ. ഇവളിപ്പോ ചോദിച്ചിട്ട് ഇവക്ക് എന്താ കിട്ടിയ? വലിയ ക്രെഡിറ്റ് ആണെന്ന് ഓർത്താളാ? കൈ കൊണ്ട് കൊടുക്കുന്ന സാധനം വിളിച്ചു പറഞ്ഞ അതിന്റെ ഒന്നും കിട്ടൂല. ആ കുഞ്ഞെവിടെയെന്ന് കരുതി രാധ എന്നോട് വന്നിട്ട് ചോദിക്കണേണ്, പിള്ളേരോട് പറയാണ്ടാണോ തന്നത്. ഞാൻ ഐസായി പോയി. എന്റെ മക്കൾ ഇത്ര തരുന്നാ? ഈ പറഞ്ഞ രാധേച്ചിക്കേ നമ്മളിവിടെ വന്ന് സ്ഥലം മേടിച്ച സമയത്തെ അവരാ ഷെഡിൽ തന്നെ കിടക്കണത്. അന്ന് രണ്ടുപേരും ഞങ്ങൾ 2 കൂടെ കിടക്കുന്ന സമയത്ത് നിന്നെ കൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട് ഞങ്ങള്. ആ പിള്ളേരന്ന് ഇല്ല രാധക്ക്. ഒരുപാട് നോക്കിയിട്ടുണ്ട്. നീ പറഞ്ഞില്ലേ കോളനിയാണെന്ന്, ആ കോളനിയുടെ വറ്റത്ത് കാണുന്ന തന്നെ നീയൊക്കെ വളർന്നത്. ഇന്ന് ഇവിടെ കയറി വരുമ്പോഴത്തേക്ക് എനിക്ക് അതാണ് അവരോട് സ്നേഹം. ഒരു സമയത്ത് ആശുപത്രി കൊണ്ടുപോകാനും ഓടാനും പിടിക്കാനൊക്കെ ഇവരൊക്കെ തന്നെ ഉണ്ടായത്. അവൻ വേലക്കാരിയായിരുന്നു മോളെ, അപ്പനും വേലക്കാരനായിരുന്നു. ഇന്ന് നിന്റെ അപ്പ സിയക്കാരനായി. അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലില്ലേ, മക്കള് ഓർഡർ ചെയ്യണില്ല. ആ ഹോട്ടലിൽ പാത്രം കഴുകാൻ പോയ അച്ഛനറിയോ? വൈകുന്നേരത്തെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് പോവും. അന്ന് കിട്ടുന്ന പൈസയെ കൊണ്ടാണ് ഞാനും എന്റെ കെട്ടിയാനും കൂടെ ജീവിച്ചത്. എച്ചിപ്പാത്രം കഴുകി തന്നെ ജീവിച്ചത്. ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ മക്കള്. എന്തിനെങ്കിലും കുറവോട് വരുത്തണ്ട ആ മനുഷ്യൻ. നിങ്ങളിപ്പൊ ചില്ലറയൊന്നുമല്ല നിനക്കൊക്കെ. പറയണ അങ്ങ് ഓർഡർ ചെയ്യും. ഇത്രയും ഭക്ഷണം ഉണ്ടായിട്ട് എന്തിനാ പുറത്തുനിന്ന് ഓർഡർ ചെയ്യണം നിങ്ങള്? എന്താണീ ഇത്രയും ഭക്ഷണം? നീ ആരെ നോക്കി പേടിപ്പിക്കണത്? എന്റെ ഫ്രിഡ്ജ് മേടിച്ചു വെച്ചേക്കണത് എന്താണെന്നറിയോ? നിനക്കൊക്കെ തോന്നണ പഴയത് കൊണ്ട് പുഴുങ്ങാനല്ല, അത്യാവശ്യം അതിൽ ചീത്തകാണ്ടിക്കാൻ വെക്കാനും കുറെ മരുന്ന് വെക്കാനുമാണ്. ഇത് കോസ്മെറ്റിക്കിന്റെ സാധനം, പൂമാല, മുല്ലപ്പൂ, മന്തി, കുന്തി, സകല സാധനം, KFC ഇതൊക്കെ കൊണ്ട് അതിന്റെ തള്ളണേണ്. ആ കഴിഞ്ഞ ദിവസം ആ കൊച്ചിന് ഐസ് വെള്ളം കൊടുത്തപ്പോ ഇവളെന്നോട് പറയാ കോളേജിൽ ചെന്ന് നിരങ്ങി തന്നെയാണ് ജീവിച്ചത്. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു കുട്ടിക്കാലം. മീൻകാരൻ ഐസ് വണ്ടി കൊണ്ട് വരുമ്പോളേ ഐസ് എടുത്ത് വായിൽ വെച്ച് നോക്കിയിട്ടുണ്ട് മക്കളെ, ഇതിന്റെ തണുപ്പ് രുചി അറിയാനായിട്ട്. ആ പാടൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. മീൻകാരൻ വല്ല സമയത്ത് എങ്ങനെയെങ്കിലും അയാൾ കാണാൻ ഐസ് മേടിച്ചു പറ്റും. ചോദിച്ചു നോക്കാം അപ്പനോട്, ചോദിച്ചു നോക്കണേ. കാസർഗോഡ് വീട്ടിലെ പിള്ളേർ ഐസൊക്കെ വായിലിടിച്ച് നോക്കുമ്പോ കുത്തിയാണ് ഞങ്ങക്ക്. ഇങ്ങനെ ഇവിടെ ഞാൻ കൂടിയിട്ട് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ട് എന്റെ മക്കളായിട്ട് പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ തല്ലിക്കാണ്ടിരുന്നാ മതി. ഇപ്പൊ മന്തി കുത്തിയൊക്കെ ഓർഡർ ചെയ്യണ്ടല്ല, ഒന്നുമില്ലാണ്ട് ഞങ്ങള് റേഷനരി പൊടിച്ച് പഞ്ചസാരയിട്ടിരുന്നൊരു കാലമുണ്ട്. ഉടുക്കത്തെ രുചിയാണ്. ഇല്ലായ്മ കൊണ്ടാണെന്ന് തോന്നുന്നു അന്നതിൽ അത്രയും രുചി തോന്നിയത്. ദൈവം നമുക്കിപ്പോ എല്ലാം തന്നില്ലേ. കറണ്ട് ബില്ല് കഴിഞ്ഞ ദിവസം കൊടുത്തേണ്ടായി 1500 വരെ വന്നത്. അപ്പൊ ഇവിടെ എന്നോട് ചൂടായി. കറണ്ട് ബില്ല് അച്ഛനല്ലേ അടക്കണേന്ന്. ഈ 1500 ഉണ്ടാക്കാൻ വിഷമിച്ചൊരു കാര്യമില്ലേ. എന്ത് പറഞ്ഞാലും അഹങ്കാരവും നെകളിപ്പും. ഒരു കൈ കൊടുക്കണ മറ്റൊരു കൈ അറിയരുതാ മക്കളെ പറഞ്ഞത്. എള്ളയിൽ ഒരു പങ്ക് ആൾക്കാർക്ക് കൊടുത്ത എന്ത് പറ്റാനാണ്? ദൈവം നമുക്ക് തരും ഇല്ലേ? ഇതൊക്കെ എന്നോട് പറയാറില്ല ജീവിതം തുടങ്ങിയപ്പോ. എന്തേ കുഞ്ഞുമക്കളെ പഠിപ്പിച്ചു കൊടുക്കാത്തെ? എനിക്ക് സഹിക്കൂലേട്ടാ ഇതൊന്നും കണ്ട. എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലായ്മക്കാരെ കാണുമ്പോ ഒരാൾ വന്ന് മുറ്റത്ത് വന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോ നമ്മളീ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു സമയത്ത് നടന്നത് എനിക്ക് ഓർമ്മ വരുള്ളൂ. എനിക്ക് അറിഞ്ഞൂടാ അഹങ്കരിക്കരുത് കളിക്കാനൊന്നും. ഞാൻ പഠിച്ചിട്ടില്ല. നിങ്ങളും അങ്ങനെ തന്നെയാണ്. മുറി വന്നിരുന്ന് പറഞ്ഞത് എന്തേ മക്കളുടെ മുമ്പിൽ പറയാത്തെ? കുറച്ചിനായിട്ടൊന്നും കാണണ്ട. മക്കൾക്ക് നാളെ ജീവിതത്തിൽ അത് ഉപകരിക്കും. പുച്ചോള് ഇതിന് ഇവക്ക് ആ പിള്ളേരോട് പുച്ചോള്. ഇവിടെ വലിയ ഇംഗ്ലീഷ് മീഡിയം കാര്യമാണല്ലോ. എവിടെന്നാ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകാനുള്ള കാശ്? സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന പിള്ളേരോട് പുച്ഛം. എന്തുകൊണ്ട് പുച്ചോടി? ഞാൻ പറഞ്ഞ കൂടിപ്പോവും ഞാൻ. കരയല്ല വേണ്ട ഇവള് പറയുമ്പി നല്ല ഒലക്കെടുത്ത് അടിക്കണം. മക്കൾക്ക് നമ്മളെ കണ്ടൂടാ. ഞാൻ ശത്രു, വീട്ടിലെത്തി, പിശുക്കത്തി, എടിച്ച് വേലക്കാരി ഒക്കെയാണ്. അമ്മയുടെ കാലം ഇല്ലാണ്ടാവുമ്പളേ പഠിക്കും. എന്റെ അമ്മേനെ കാണാൻ പോകുന്ന നിനക്കൊന്നും വരാൻ പറ്റില്ല. നീ ഒന്നും വരണ്ട. ഞാൻ നാളെ ഒറ്റയ്ക്ക് വെക്കോളാം. ഞാൻ ചിലടെ നോക്കി ഇരിക്കേണ്ട തള്ള അവിടെ. കുറച്ചാൾ കഴിയുമ്പേ ഞാൻ ഇല്ലാണ്ടാവുമ്പോ മനസ്സിലാവും ഈ വീട്ടിൽ ഒച്ചപ്പാടും ബഹളം ഇല്ലാണ്ടാവുമ്പോ
വീട്ടിൽ ചെന്ന് കയറുമ്പോ അമ്മയെന്ന് വിളിക്കുന്ന സമയത്തെ എനിക്ക് വാന്ന് പറയാൻ ഒരു മുഖമുള്ളതിന്റെ വില നിനക്കൊക്കെ മനസ്സിലാവില്ല. തള്ളയില് തന്നതിന് ബഹുമാനമില്ലല്ല. മൊബൈലിന്റെ ലാപ്ടോപ്പിന്റെ സ്പീക്കറിന്റെ കൂടെ ഒക്കെ നടക്കുവള്ള. പോയി കിടക്ക വല്ല മാളില്ല, ഫോട്ടോ വെച്ച് ബീച്ചിൽ എവിടെയും പോ. ഞാൻ പൊക്കോളാം. കരയണെന്തിനാ? അവര് പറഞ്ഞു കൊടുത്താ പോരെ? വെറുതെ എന്തായാലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാ ഈ കേക്കള കൊച്ചുകളല്ല. എന്റെ വാലെന്ന് പറഞ്ഞ സാധനോട് ഇപ്പൊ എന്നെ കാണുന്ന ഭ്രാന്താണ്. എന്തൊക്കെയാ പറയണെന്നറിയോ? അഹങ്കാരം, തള്ള. അവള് പറഞ്ഞ ഈ കാണുന്നൊക്കെ ഉണ്ടായത് എന്റെ കുഞ്ഞിക്കാരി. നീ പറഞ്ഞില്ലേ എവിടെ കിട്ടിയെന്ന്? ശരിക്കും പറഞ്ഞ അവളൊരാള് കാരണം ഈ കാണുന്നതെല്ലാം ഉണ്ടായത് അറിയോ? അമ്മ ഇങ്ങോട്ട് വന്നേ. അമ്മ എന്തിനാ ഇങ്ങനെ നടന്ന് കരയണേ? അതെ, ഇടക്കിടക്ക് ഞങ്ങൾക്ക് ഓരോ കൊട്ട് തന്നാ മതി, ഞങ്ങള് നന്നായിക്കോളാം. കൊട്ടാരൊക്കെ എനിക്കറിയാം, കാണിച്ചേ. അല്ല, ഇതിന് മാത്രം കണ്ണീര് എവിടെ ഇരിക്കണ്? ഇതുപോലെയാണല്ലോ അച്ഛനെ വായിക്കണത്. ചോറുണ്ടാക്കുന്നുണ്ട്. ചോറ് മാത്രമല്ലോ. ആ, ചോറ് മാത്രമേ ഉള്ളൂ. എനിക്കൊരു മുട്ട പൊരിച്ച് തരാൻ പറ്റോ? നിങ്ങളുടെ